സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീമതി ബിജുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കടക്കൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ആർ ഗോപകുമാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് കെ രാജു അവർകൾ, കാർഷിക വിപണന മേള ഉദ്ഘാടനം ചെയ്യുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ആർ ലതാദേവി, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബഹുമാനായ ശ്രീ അമൽ സാർ, ഈ പൊങ്കാല ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന പ്രശസ്ത സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി മല്ലിക സുകുമാരൻ, വേദിയിലുള്ള കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് SS ഷാനി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മധുര സന്തോഷ്, ബഹുമാനായ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാർ S, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കടക്കൽ സ്റ്റേഷൻ ഓഫീസർ സബ് ഇൻസ്പെക്ടർ S പ്രദീപ് സാർ, ബഹുമാനപ്പെട്ട കടക്കൽ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ തുളസീധരൻ പിള്ള കെ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ കെ മാധുരി, ഗ്രാമപഞ്ചായത്ത് ആൽത്തറമൂട് വാർഡ് മെമ്പർ ശ്യാമള സോമരാജൻ, കടക്കൽ തിരുവാതിര പൂർഷ കമ്മിറ്റിയുടെ സെക്രട്ടറി സുജീഷ് ലാൽ, പ്രസിഡന്റ് ആർ സുരേന്ദ്രപിള്ള, ഉപദേശ സമിതി അംഗം സജികുമാർ, കടക്കൽ ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബഹുമാന്യരായ ഭക്തജനങ്ങളെ, ജനപ്രതിനിധികൾ, തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കടക്കൽ തിരുവാതിര. 2026 കടക്കൽ തിരുവാതിര മഹോത്സവം മുൻ വർഷത്തെക്കാളേറെ ഭംഗിയായും ഗംഭീരമായും നടത്തണം എന്നാണ് ക്ഷേത്ര ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും ആദ്യമായി തന്നെ തീരുമാനമെടുത്തത്. 52 കരകളുടെ പ്രതിനിധികളും ചെറുതും വലുതുമായ ഏതാണ്ട് 72 കമ്മിറ്റികൾ ചേർന്നിട്ടാണ് ഈ ഉത്സവം ഗംഭീരമായി നടത്തുന്നത്. അതിനുവേണ്ടി കടക്കൽ ഗ്രാമപഞ്ചായത്തും പോലീസ്, ഫയർഫോഴ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങി ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടും കൂട്ടായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് തന്നെയാണ് ഈ ഉത്സവം ഹരിത പ്രോട്ടോക്കോളും മറ്റ് വാട്ടർ അതോറിറ്റിയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടുമാണ് ഈ ഉത്സവം ഇവിടെ നടത്തുന്നത്. ഇത് പ്രധാനമായിട്ടും കടക്കൽ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റിൽ തന്നെ 2.5 ലക്ഷം രൂപയോളം ഇവിടുത്തെ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി
പ്രത്യേകം മാറ്റിവെച്ചുകൊണ്ട് ഈ തിരുവാതിര മഹോത്സവം നടത്തുന്നതിന് ഈ കമ്മിറ്റിയോടൊപ്പം കൂടെ ചേർന്നതെന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ മാസം 21 തീയതി കൊടിയേറി 20 തീയതി തിരുവാഭരണ ഘോഷയാത്രയോടുകൂടി തുടങ്ങി 21 കൊടിയേറി മാർച്ച് മാസം 7 തീയതി കൂടിയാണ് തിരുവാതിര മഹോത്സവം കുരിശോടുകൂടിയാണ് അവസാനിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസക്കാലമായി ഈ സ്റ്റേജിൽ ഈ നാട്ടിലെ സ്കൂളുകളിലെ കുട്ടികൾ, ഈ നാട്ടിലെ കലാകാരന്മാരെ, കലാകാരികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മികവുറ്റ സ്റ്റേജ് ഒരുക്കിക്കൊണ്ട് ഈ സ്റ്റേജിൽ കഴിഞ്ഞ 5 ദിവസക്കാലമായി ദിവസവും 2 പ്രോഗ്രാം എന്ന നിലയിൽ ഈ നാട്ടിലെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുകയുണ്ടായി. മികവുറ്റതും ഒരുപക്ഷെ വലിയ മെഗാ ഷോകൾ കാണുന്ന പ്രതീതിയിലായിരുന്നു ഈ കഴിഞ്ഞ 5 ദിവസക്കാലത്തെ ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമുക്ക് മനസ്സിലായി. ഇന്ന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ പൊങ്കാല അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഐശ്വര്യവിളക്കും കുത്തിയോട്ടക്കളി മത്സരവും, അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമവും തുടങ്ങി എഴുന്നള്ളത്തും പറയിടലും അടക്കം ക്ഷേത്ര ആചാര അനുഷ്ഠാന ചടങ്ങുകൾക്കൊന്നും ഒരു കോട്ടവും തട്ടാതെ മികവായിരുന്ന രീതിയിലുള്ള ക്ഷേത്ര ആചാര ചടങ്ങുകൾക്കൊപ്പം നാളെ പ്രധാന ഉത്സവ ദിവസമായ തിരുവാതിരയാണ്. 7 എടുപ്പുകുതിരകളും കതിരുകാളകൾ വാമകേശ്വരവും തുടങ്ങി വലിയ എഴുന്നള്ളത്തും ഈ നാടിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാന ദിനമാണ് നാളെ നടക്കുന്നത്, കുതിരയെടുപ്പ്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് 23 കരകളിൽ നിന്ന് 8 കാഴ്ചകളും ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും അനുബന്ധ പരിപാടികളും ഏകദേശം നാളെ നേരം വെളുക്കുമ്പോഴും ഈ ക്ഷേത്രാങ്കണത്തിലും കടയ്ക്കൽ പ്രദേശത്തും വരികയാണ്. പല കരകളിൽ ഏതാണ്ട് 5-7 കിലോമീറ്റർ ദൂരയിൽ നിന്ന് വരെ ഈ ക്ഷേത്രത്തിലെ കരകളിൽ നിന്നും അത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളും മറ്റുമെല്ലാം എത്തുന്നുണ്ട്. 29 പ്രദേശങ്ങളിൽ 29 സ്ഥലങ്ങളിലായിട്ടാണ് വൈദ്യുത ദീപാലങ്ങൾ, വർണ്ണാഭമായ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഈ പ്രദേശങ്ങളെയാകെ വർണ്ണവിസ്മയ കാഴ്ചകളാക്കുന്നത്. അത് കടക്കൽ മോട്ടോർ ഓർഗനൈസേഷന്റെ വർക്കേഴ്സ് ആയാലും മറ്റ് പ്രദേശങ്ങളിലെ കരകളിലായാലും വൈദ്യുത ദീപാലങ്കാരങ്ങൾ 29 ഇടങ്ങളിലായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവാതിര മുതൽ കുരിശി വരെ 10 ദിവസം ഈ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലും ശിവക്ഷേത്രത്തിന് സമീപമുള്ള പാവല്ല ആടുറ്റുകളിലും അന്നദാനം നടക്കുകയാണ്. 10,000ങ്ങളാണ് ഈ അന്നദാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ നേരത്തെ തന്നെ ക്ഷേത്ര സമിതി ഉത്സവ കമ്മിറ്റിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മികവുറ്റ സ്റ്റേജ് പ്രോഗ്രാമുകൾ, സിനിമ, സീരിയൽ, സംഗീത ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്ന മികവുറ്റ സ്റ്റേജ് ഷോകളാണ് ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. വളരെ മികവാർന്ന വലിയ പ്രോഗ്രാമുകൾ ഇതിനകം തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റാളുകൾ, വൈവിധ്യമാർന്ന സ്റ്റാളുകൾ, മേളയ്ക്ക് അകത്തും പുറത്തുമായി 100 കണക്കിന് സ്റ്റാളുകളാണ് ഭക്ഷ്യ മേള തുടങ്ങിയിട്ടുള്ളതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ കൂടുതൽ സ്റ്റാളുകൾ, മുൻ വർഷത്തേക്കാൾ വളരെ കൂടുതൽ സ്റ്റാളുകൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. മേള 2026 എന്ന തരത്തിൽ 100 കണക്കിന് സ്റ്റാളുകളാണ് കാർഷിക പ്രദർശന വിപണന മേള ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കും ഇതിന്റെ ഭാഗമായി ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കടയ്ക്കൽ തിരുവാതിര എന്നത് ജാതി, മത, വർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറം കടയ്ക്കലിന്റെ ജനതയെ ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ഓണത്തെക്കാളും വിഷുവിനേക്കാളും ക്രിസ്മസിനേക്കാളും ന്യൂ ഇയറിനേക്കാളും ഒക്കെയേറെ ഈ കടയ്ക്കൽ ജനത ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവം. വിദേശത്തുനിന്നും സ്വദേശത്തുമുള്ളവർ ഓണത്തിനൊന്നും നാട്ടിലെത്തിയില്ലെങ്കിലും തിരുവാതിരയ്ക്ക് കൃത്യമായി എത്തുന്ന തരത്തിലേക്ക് ആ തിരുവാതിര ദിവസവും മറ്റു കാര്യങ്ങളും നമുക്ക് ഒരുപാട് പേർ എഴുതുന്നെല്ലാം വിളിച്ചു ചോദിക്കാറുണ്ട്, ഏത് ദിവസം വരണം എന്നൊക്കെ തന്നെ മുന്നേ കൂട്ടി. കാരണം അവർക്ക് ലീവൊക്കെ അറേഞ്ച് ചെയ്ത് നോട്ടീസൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ അത്തരത്തിലാണ് ഈ നാടിന്റെ ഒരു അഹങ്കാരം പോലെ തന്നെയാണ് എല്ലാവരും കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തെ കാണുന്നത്. 1.5 മാസക്കാലമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ
രായും പകലുമില്ലാതെ. എനിക്കറിയാം നിശ്ചയമായ സാധാരണ ഒരു പ്രതിഫലവുമില്ലാതെ രായും പകലും വരെ ഇന്നലെയൊക്കെ നേരെ വെളുക്കുന്നതുവരെ ഉറങ്ങാത്തവരാണ് നമ്മുടെ കമ്മിറ്റിയിലെ പല ആൾക്കാരും. അത്രയ്ക്കേറെ സഹിച്ചും കഷ്ടപ്പെട്ടുമാണ് ഈ മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നോട്ടീസ് എടുത്ത് പരിശോധിച്ചാൽ ജാതിമത വർണ്ണ വർഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്തെന്നാൽ ഈ നാടിന്റെ പൈതൃകവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളുടെ സ്പോൺസറുകളുടെ പേരിൽ മറ്റു കാര്യങ്ങളോട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ലാതെ മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് കടക്കിൽ തിരുവാതിര. അതോടൊപ്പം ഈ നോട്ടീസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ ദിവസങ്ങൾ കുറെ കമ്മിറ്റികളിലെ പ്രധാനപ്പെട്ടവർ ഉറക്കമഴിഞ്ഞിരുന്നിട്ടാണ് അതെല്ലാം തയ്യാറാക്കുന്നത്. അതിനാൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ജോലി വരെ മാറ്റിവെച്ചുകൊണ്ട് ലീവ് എടുത്തുകൊണ്ട് വർഷങ്ങളായി, ഏതാണ്ട് ഞാൻ ഈ ഒരു 10-20 വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ആളാണ്. ആ കാലമെല്ലാം 1-2 മാസം ലീവ് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് ഈ നോട്ടീസിന്റെ പ്രവർത്തനങ്ങൾ ഡിസൈനറായി നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സുജിത്ത് കടക്കലിനെ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ സാധാരണ നോട്ടീസ് എല്ലാം പ്രിന്റ് ചെയ്യുന്നത് ശിവകാശിയിലാണ്. ഒരു 3-4 പേര് പോയി ഒരാഴ്ചയോളം അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം. ഇത്രയും നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി നോട്ടീസാണ്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോട്ടീസിന്റെ ക്വാളിറ്റി അതുപോലെ അതിന്റെ എണ്ണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ നോട്ടീസ് നമുക്ക് പ്രിന്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശിവകാശിയിലൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഓറഞ്ച് പ്രസിന്റെ ഉടനാണ് സജിത്ത് വളരെ ഭംഗിയായി വളരെ സമയബന്ധിതമായി നല്ല രീതിയിൽ ആ നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്ന ഗാർഡൻ, അവിടെ നിന്നാണ് നമുക്ക് ശുദ്ധജലം വെള്ളം കിട്ടുന്നത്. അതുപോലെ പാലമുട്ടിൽ കുടുംബക്കാരുടെ ഗ്രൗണ്ടുകൾ, ഇത്തരത്തിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ സഹകരണം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചുരുക്കും. ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമയബന്ധമായി കഴിഞ്ഞ ഉദയ സമിതി ഏതാണ്ട് 1000 സ്ക്വയർ ഫീറ്റോളം വരുന്ന സ്ഥലത്ത് ഊട്ടുപുര നിർമ്മിക്കുകയുണ്ടായി. ആ ഊട്ടുപുര ഇങ്ങനെ സാറിനോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചു നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറും. ആ ഊട്ടുപുരയിലേക്ക് വേണ്ട സൗകര്യങ്ങൾ, അതിനകത്ത് നമുക്ക് കിച്ചനും സ്റ്റോറും നമ്മുടെ പാത്രങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നല്ല, അല്ലാതെ തന്നെ നാട്ടുകാരുടെ സഹായത്താൽ അത്രയും വലിയൊരു കാര്യം ചെയ്തില്ല. ഇനി കുറച്ച് ചെറിയ അതുപോലെ പ്ലംബിംഗ് ഇലക്ട്രിക് വർക്കുകൾ മാത്രമാണ് മറ്റു അതിനകത്ത് ബാക്കിയുള്ളത്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ കല്യാണ മണ്ഡപമായി നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. ദേവസ്വം ബോർഡ് നല്ലൊരു വരുമാനം ഉണ്ടാകും. അതൊന്നും സാറിനെ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ദേവീക്ഷേത്രത്തിലെ അറപ്പുര കഴിഞ്ഞ ഉദയസമിതിയുടെ കാലത്തും അതിനുശേഷവുമായി ക്ഷേത്രത്തിലെ അറപ്പുര ജീർണാവസ്ഥയിലാണ് ഈ ദേവീക്ഷേത്രം. അത് ആചാരങ്ങൾക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ ഏതാണ്ട് 25 ലക്ഷം രൂപ ശ്രീമാൻ അഡ്വക്കേറ്റ് ജയിച്ചത് വലിയമ്പലം ജ്വല്ലറി അദ്ദേഹം സ്പോൺസറായി തരികയും മറ്റ് കുറെ ഭക്തരെ കൂടി ചേർന്ന് വളരെ ഭംഗിയായ രീതിയിൽ പള്ളികളുടെ നവീകരണം നമുക്ക് നടത്തുവാൻ കഴിയും. അതുപോലെ ശിവക്ഷേത്രത്തിൽ പുതിയ സമയം വന്നതിന് ശേഷം ശിവക്ഷേത്രത്തിൽ നവരാത്രി മണ്ഡപം നിർമ്മിക്കണം എന്ന തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ തുടക്കങ്ങൾ ചെയ്തു വെച്ചുകൊണ്ടല്ലോ അത് ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ ആദ്യഘട്ട പണികൾ പൂർണ്ണമായും പൂർത്തിയായി. 2ാം ഘട്ടം നമ്മുടെ ഒരു ഭക്തനായ സി സുരേഷ് അദ്ദേഹം ചെയ്തുതരാമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. തിരുവാതിര കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ പണികളുണ്ട്. അതിന്റെ ഒരു സ്റ്റേജിന്റെ വർക്ക് കൂടി നടത്തുന്നതാണ്. ഇതോടൊപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതുപോലെ ശിവക്ഷേത്രത്തിലെ പള്ളികളുടെ നവീകരണം അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ദേവസ്വം ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഭക്തരുടെ സഹായത്താലും ദേവസ്വം ബോർഡ് സഹായത്താലും അതുകൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കിവിടെ അലങ്കാര ഗോപുരം, അതിന്റെ പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും അത്തരത്തിൽ കുറേയേറെ പുതിയ പ്രോജക്റ്റുകളും വരുന്ന ദിവസങ്ങളിൽ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഈ ഉത്സവം ഗംഭീരമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ കടക്കൽ ക്ഷേത്ര ഉദ്ദേശിക്കുന്ന ഉത്സവ കമ്മിറ്റിയും ഇത്രയും പൈസയെല്ലാം മുടക്കി ഈ ഉത്സവം ഈ നാടിന്റെ ആഘോഷമാക്കി മാറ്റുമ്പോഴും സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട രോഗാതുരരായ ജനങ്ങൾക്ക്, നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു കഷ്ടതകൾ അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി സാന്ത്വന പദ്ധതി നമ്മൾ വർഷങ്ങളായി നടപ്പിലാക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് അപേക്ഷകൾ അതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവർക്കും കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ കുറെ പേർക്കെങ്കിലും ഒരു നല്ല തുക അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ തുകയിൽ നിൽക്കുന്ന അത്രയും ആൾക്കാരെ കണ്ടെത്തിക്കുന്നു. അത് അവരുടെ സാമ്പത്തിക സ്ഥിതി, അസുഖത്തിന്റെ കാഠിന്യം, അവരുടെ പ്രായം എന്നൊക്കെ നോക്കിക്കൊണ്ട് അവരെയും സഹായിക്കുന്ന തരത്തിലേക്കാണ് ക്ഷേത്രപതി സമിതി, ഉത്സവ കമ്മിറ്റി, അതുപോലെ അവയവദാന அதை പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി കടക്കൽ ക്ഷേത്രത്തിന്റെ ഈ നാടിന്റെ ഉത്സവമായി മാറ്റുമ്പോൾ എല്ലാ മേഖലയിലെയും ജനങ്ങളെയും തൊട്ടറിഞ്ഞുകൊണ്ട് അത്തരത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങൾ ഞാൻ നിർത്തിപ്പിക്കുന്നില്ല. ഈ നാടിന്റെ കലകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ഉത്സവം വിജയത്തിലേക്ക് എത്തുന്നത്. അതിന് വീണ്ടും ഈ വരും ദിവസങ്ങളിലും എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് കടക്കൽ ക്ഷേത്ര ഉദയസമിതിയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് ശ്രീ ആർ ഗോപകുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യായ ദേവസ്വം ബോർഡ് മെമ്പറാണ്. ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് കെ രാജു അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാർഷിക വിപണന മേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ ലതാദേവിയാണ് നിർവഹിക്കുന്നത്. ശ്രീമതി ആർ ലതാദേവിക്ക് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ യോഗത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കടക്കൽ ശ്രീ അമൽ എസ് ആർ സാറിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നിവിടെ നടക്കുന്ന പൊങ്കാല ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി മല്ലിക സുമാരനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീ എസ് എസ് ഷാനിയ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ മധുര സന്തോഷിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ വിനോദ് കുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കടക്കൽ സ്റ്റേഷൻ SHO ബഹുമാനായ സുബിൻ തങ്കച്ചൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ തിരുവനന്തപുരം ദേവസ്വം സാറിന് എത്തിയിട്ടില്ല. സാറിന് മറ്റൊരു പരിപാടികളുണ്ട്. സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ബഹുമാനായ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ, നമുക്ക് എല്ലാ സഹായം ചെയ്തു തരുന്നത് കടക്കൽ ഓഫീസിലെ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. തുളസീരനുള്ള സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി കെ മാധുരി അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആൽത്തറ വാർഡ് മെമ്പർ ശ്യാമള സോമരാജനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ നാടിന്റെ പൊതുപ്രവർത്തകന് നമുക്കെല്ലാം മാർഗനിർദ്ദേശം തരുന്ന വളരെ കാലം മുമ്പ് തന്നെ ക്ഷേത്രപതി സമിതി അംഗവും ഈ നാട്ടുകാരനുമായ പൊതുപ്രവർത്തകൻ ശ്രീ സി ദീപുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കടക്കൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുജീഷ് ലാലിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് PR സുരേന്ദ്രപിള്ള സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന പുതിയ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പി സജികുമാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടങ്ങി ഈ തിരുവാതിര മഹോത്സവം വളരെ ഗംഭീരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ക്ഷേത്ര പുതിയ സമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും അംഗങ്ങൾ, കരപ്രതിനിധികൾ, ബഹുമാനായ ഭക്തജനങ്ങൾ, നാട്ടുകാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ രാജു അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്യാമറ മോനുണ്ട്, കലാൻ മോനുണ്ട്. ഓക്കെ അല്ലേ? ഈ ഉദ്ഘാടന ചടങ്ങിലെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ആർ ഗോപകുമാർ അവർ, എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഉപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീ എസ് ബിജു, കാർഷിക വ്യാപാര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീ അമൽ എസ് ആർ, പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി മല്ലിക സുകുമാരൻ അവർ, അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്ന സർവശ്രീ അനി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ മധുര സന്തോഷ് മെമ്പർ ജില്ലാ പഞ്ചായത്ത്, വിനോദ് കുമാർ എസ് അസിസ്റ്റന്റ് കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സുബിൻ തങ്കച്ചൻ SHO കടക്കൽ, എസ് പ്രദീപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, പ്രൊസീജിയറുള്ള ഗ്രൂപ്പ് ഓഫീസർ, KM മാധുരി മെമ്പർ, ഈ വാർഡിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ, വാർഡ് മെമ്പർ ശ്യാമള സോമരാജൻ, സെക്രട്ടറി തിരുവാതിര മഹോത്സവ കമ്മിറ്റി സുജീഷ് ലാൽ, BR സുന്ദരേശൻ പിള്ള, പി സജികുമാർ, ഉപദേശക സമിതിയിലെയും അതുപോലെ തന്നെ ഈ ഉത്സവ ആഘോഷ കമ്മിറ്റിയിലെയും ഭാരവാഹികളെ,
പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ബഹുമാന്യരായിട്ടുള്ള നാട്ടുകാരെ, നല്ലവരായ പൊതുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ, ബഹുമാനികൾ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ സമ്മേളനത്തിൽ നിരന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സമയമെടുത്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയല്ല. കാരണം ഇന്ന് ഈ ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. രാവിലെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്തരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ദീർഘനേരമായി തന്നെ അവർ തയ്യാറായി നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ. നല്ല വെയില് ഉണ്ട്. ഈ വെയില് അധികം ഏൽക്കാൻ പാടില്ല എന്ന് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്കാർ പ്രത്യേകിച്ചുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടും ഉണ്ട്. ആ സാഹചര്യത്തിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഭയഭക്തി ബഹുമാനത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള അവർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നവർ എല്ലാവരും തന്നെ ദേവസ്വം ബോർഡ് മെമ്പർ എന്നതിൽ റൂളിങ്ങൊന്നുമല്ല, എല്ലാവരും തന്നെ ആശംസകൾ, വളരെ ലഘുവായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ഉപദേശക സമിതിയുടെ സെക്രട്ടറി അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുജനങ്ങൾ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സംഗതിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മുടെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ എത്തിച്ചേരാനും ഇവിടെ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്ഷേത്ര ആരാധനയിലെല്ലാം വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് എല്ലാം തന്നെ ഒരു തടസ്സവുമില്ലാതെ ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശബരിമല ശാസ്താക്ഷേത്രത്തിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഹിന്ദു ക്ഷേത്രമാണെങ്കിലും നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ ഇന്ന് എത്തിച്ചേരുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എങ്കിലും ചില അതിർവരമ്പുകൾ ചിലയിടത്തെല്ലാം ഉണ്ട്. അവയൊക്കെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും മാറ്റം വരും. ഇതെല്ലാം മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടായ്മ ഒത്തുചേരലിന്റെ ഭാഗമായി വരണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രവും അതുപോലെ തന്നെ ഈ ദേവി ക്ഷേത്രം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1254 ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് സാമാന്യം മെച്ചപ്പെട്ട വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മഹാദേവ ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഈ ക്ഷേത്രം. ഇവിടെയാണ് വരുമാനം കൂടുതൽ. ദേവി ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ആ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കാൻ സമയമെടുക്കുന്നുണ്ട്. അഞ്ചലിലെ പിന്നെ നമ്മുടെ കളരി ക്ഷേത്രത്തിലേക്ക് മുടിയെഴുന്നള്ളപ്പുമായി ഇവിടുന്ന് വരുന്ന ഒരു ഓർമ്മ 12 കൊല്ലത്തിന് മുമ്പ് 12 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ആ ചടങ്ങിൽ അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് നല്ലതുപോലെ ഉണ്ട്. അപ്പോ ആ അഞ്ചലിലെ ക്ഷേത്രം അത് ജ്യേഷ്ഠത്തെയും ഇവിടെ അനുജത്തെയും എന്നുള്ള ആ ഐതിഹ്യം അത് തീർച്ചയായിട്ടും ആ ഒരു മഹനീയമായ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പും മുന്നോട്ട് പോക്കും വിശ്വാസത്തിന്റെ അടിസ്ഥാനവും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നല്ല സാമൂഹ്യമായ പിന്നെ ഒത്തുചേർന്ന് ചേർന്ന് പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. നല്ല മനോഹരമായ സ്ഥലവും അന്തരീക്ഷവും. സാധാരണ ദേവസ്വം ബോർഡിന് ധാരാളം സ്ഥലം ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ പലരും സമീപ പ്രദേശങ്ങളെല്ലാം കയ്യേറി ഒക്കെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ അത് ഇവിടെ കുറവാണെന്ന് അതിലും ചുവരും എല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിക്കാം. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം.
ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ദേവസ്വം ബോർഡിന്റെ പൊതു ഇമേജിന് അല്ലെങ്കിൽ പൊതു വിശ്വാസത്തിന് നമ്മുടെ വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിലുണ്ടായ വിശ്വാസത്തിന് ഒരു നേരിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ മെമ്പറാണ് കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം. ഇപ്പോൾ ജയകുമാർ അദ്ദേഹം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. നിരവധി വകുപ്പുകളുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ശബരിമലയുടെ തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ കമ്മിറ്റി ഇല്ലായിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് ഇല്ലായിരുന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിലും എല്ലാം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നല്ല ധാരണയുള്ള ആളാണ്. പൊതുവിൽ ജനങ്ങളുടെ നല്ല മഹിത്വം അദ്ദേഹത്തോടൊപ്പമാണ് ഞാനും മെമ്പറായി വന്നിട്ടുള്ളത്. ഞങ്ങൾ കരുതുന്നത് ഇന്നിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഒരല്പം ഗ്ലാനി അല്ലെങ്കിൽ അല്പം വിശ്വാസക്കുറവ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പോരായ്മ നിരത്തി വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം തിരിച്ച് ദേവസ്വം ബോർഡിലുള്ള ആ വിശ്വാസം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും അവരുടെ ആരാധനാലയങ്ങളിലുള്ള സ്വത്തുവകകൾ എല്ലാം സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. ഗവൺമെന്റ് അനുസരിച്ച് തുടർന്ന് ആക്ട് അനുസരിച്ച് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോകുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പുതിയ മെമ്പർ എന്നുള്ള രീതിയിൽ ഈ ദേവസ്വം ക്ഷേത്ര സന്നിധിയിൽ വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ ഈ നാടിനും അതുപോലെ തന്നെ നാട്ടാർക്കും പ്രദാനം ചെയ്യാൻ ശക്തി ഉള്ള മഹാദേവനും അതുപോലെ തന്നെ ദേവിയുമാണ് കടക്കലിലുള്ളത്. സമീപ കടക്കൽ പ്രദേശത്തെ ആളുകൾ മാത്രമല്ലല്ലോ ഇവിടെ വരുന്നത്. എനിക്കറിയാം ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഞ്ചൽ, ഏരൂർ, പുറത്തുപുഴ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി തിരുവാതിരയുമായി ബന്ധപ്പെട്ടുള്ള നാളെ നടക്കുന്ന പരിപാടികൾ കുട്ടിയെടുപ്പും അതുപോലെ തന്നെ കുത്തിയോട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുത്തിയോട്ടം നേർച്ചയായിട്ട് എന്റെ വീടിനടുത്തുനിന്നെല്ലാം ഇവിടെ ഏരൂര് നടക്കുന്നതെല്ലാം ഇവിടെ വരുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞിനെയോട് ഓർമ്മയുണ്ട്. ആ ഓർമ്മകളൊന്നും പങ്കുവച്ച് ഞാൻ തന്നെ പറഞ്ഞ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഉപദേശ സമിതി അതുപോലെ ഒരു ഉത്സവ കമ്മിറ്റിയും എല്ലാം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. മുമ്പ് കുതിരയെടുപ്പും ഒക്കെയായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ള ഒരു ക്ഷേത്രം കൂടിയായിരുന്നു. അത്തരം ഒരു പ്രശ്നവും ഉണ്ടാകാതെ അതിമനോഹരമായ നിലയിൽ സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ ഉത്സവം മാർച്ച് 5 വരെ നിർവഹിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഉത്സവം നടത്താൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദേവന്റെ ഉണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ സഹായവും ഉത്സവം നടത്തുന്നതിന് തുടർന്നിവിടെ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു. അതിനെന്താണ് ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് അനുകൂലമായി തന്നെ ആലോചിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇടപെടൽ നടത്തി നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. കാർഷിക വ്യാപാര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ ലതാദേവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ച മുൻ മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ അംഗവുമായിട്ടുള്ള ബഹുമാന്യനായ രാജു സാറ്, ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമാൻ ആർ ഗോപകുമാർ, സ്നേഹം നിറഞ്ഞ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീമാൻ അമൽ എസ്ആർ, പ്രിയങ്കരനായ ശ്രീമാൻ എസ് ബിജു, സ്നേഹം നിറഞ്ഞ നമ്മുടെ കേരളത്തിലെ മുതിർന്ന സിനി ആർട്ടിസ്റ്റ് പ്രമുഖയായിട്ടുള്ള കലാകാരി ശ്രീമതി മല്ലിക സുകുമാരൻ,
എത്രയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി എസ് ഷാനി, മധുര സന്തോഷ്, KM മാധുരി, ശ്യാമള സോമരാജൻ, ദേവസ്വം അധികാരിയായിട്ടുള്ള ശ്രീമാൻ വിനോദ് കുമാർ, സുബിൻ, S പ്രദീപ്, സുജീഷ് ലാൽ, സുരേന്ദ്രൻ പിള്ള, സജികുമാർ തുടങ്ങി ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രിയങ്കരായിട്ടുള്ള ഭാരവാഹികളും അധികാരികളുമായിട്ടുള്ള സ്നേഹം നിറഞ്ഞവരെ, എത്രയും ബഹുമാന്യരായ ഭക്തജനങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ദേവിയുടെ ഭക്തരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, വിശ്വാസി സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഈ അമ്പലവുമായിട്ട്, ഇവിടുത്തെ ഉത്സവവുമായിട്ട് കുഞ്ഞുനാൾ മുതൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എണീറ്റപ്പോഴും പറഞ്ഞ് കൂടുതലൊന്നും ദീർഘിപ്പിച്ച് പറയരുത് എന്നുള്ളത്. നമ്മുടെ സഹോദരിമാരാണ് എന്നുണ്ടെങ്കിൽ പൊങ്കാല നിവേദ്യത്തിനായിട്ട് വെയിലിനെയും ഏത് പ്രകൃതിയുടെ വികൃതിയെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റും എന്നുള്ള പ്രഖ്യാപനവുമായിട്ട് ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സര ബുദ്ധിയോടുകൂടി രാവിലെ തന്നെ അണിനിരന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കടയ്ക്കലിനെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവമായിട്ടുള്ള കടയ്ക്കൽ തിരുവാതിര. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കടയ്ക്കലിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനം ഉള്ള സംഭവമാണ് കടയ്ക്കൽ വിപ്ലവം. ഇത് രണ്ടിനോടും ഒപ്പം തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കടയ്ക്കൽ ചന്തയുമായിട്ട് ബന്ധപ്പെട്ട വിനിമയ പ്രവർത്തനങ്ങൾ. കടയ്ക്കൽ തിരുവാതിരയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത്രയും അധികം എടുപ്പു കുതിരകൾ വലിയ ആഘോഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ദേശക്കാർ പങ്കെടുത്തുകൊണ്ട് ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് ആറാടിച്ച് കണ്ടു നിൽക്കുന്നവരിൽ ഒരു വലിയ ദൃശ്യ വിസ്മയം ജനിപ്പിച്ചുകൊണ്ട് ഭക്തി അതിൻ്റെതായിട്ടുള്ള നിലയ്ക്ക് എല്ലാ ജനങ്ങളിലേക്കും വ്യാപരിപ്പിച്ച് കൊണ്ടുള്ള മഹനീയമായിട്ടുള്ള, നമ്മുടെ നാടിൻ്റേതെന്ന് പറയുവാൻ കഴിയാത്ത തരത്തിൽ ദേശീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇതോട് ഇടപിടിക്കുന്ന തരത്തിലുള്ള എടുപ്പ് കുതിരകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഉത്സവം നമ്മുടെ കൊല്ലം ജില്ലയിൽ നടക്കുന്നത് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആണ്. ദേവസ്വത്തിന്റെ അധികാരികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. ചരിത്രപരമായിട്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഉത്സവമാണ് നമ്മുടെ തിരുവാതിര എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പണ്ടുകുട്ടി പഠിക്കുന്ന അവസരത്തില് വള വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കും കടയ്ക്കൽ തിരുവാതിര വരാൻ. കടയ്ക്കൽ ചുമേലി സ്കൂളിൽ നിന്ന് സാറിന്റെ അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഓരോ വർഷവും വന്ന വളയും വളയോടൊപ്പം ഈന്തപ്പഴം
ഇപ്പൊ പലർക്കും ഓർക്കുന്ന അവസരത്തിൽ, കാണുന്ന അവസരത്തില് അന്നത്തെ ആ ഈന്തപ്പഴത്തിന്റെ ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ, ഓർമ്മ ഉള്ളവർക്കറിയാം ആ ഈന്തപ്പഴത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ചരിത്രപരമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഉത്സവങ്ങൾ നമുക്കറിയാം. ക്ഷേത്രങ്ങളിൽ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെയും സാമ്പത്തിക ജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും സാംസ്കാരിക ജീവിതത്തിന്റെയും എല്ലാം കേന്ദ്രങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ സ്ഥിതിക്ക് മാറ്റമില്ലാത്ത തരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരേ കുടക്കീഴിൽ പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള സംരംഭങ്ങളായിട്ട് ക്ഷേത്ര ഉത്സവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നടന്നിരുന്നുവെന്നുണ്ടെങ്കിൽ ഇക്കാലയളവിലും അതേമാതിരി തന്നെ നടന്ന് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ വൈവിധ്യമാർന്ന ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ കടയ്ക്കൽ തിരുവാതിര അടക്കമുള്ള ഉത്സവങ്ങളും അനുബന്ധ പരിപാടികളും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നെത്തിയിരിക്കുന്ന ദേവിയുടെ പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് അവരുടെ അഭീഷ്ടങ്ങൾ സാധ്യമാകട്ടെ എന്നീ വേളയിൽ ആശംസിക്കുന്നു. വളരെ സമാധാനപരമായിട്ട്, വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട, ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ ഭരണസമിതിയെ അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവാദങ്ങളില്ലാത്ത തരത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ വർഷത്തെ തിരുവാതിര ആഘോഷങ്ങൾ കുരിശിയോടുകൂടി നടത്തി തീർക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ കാർഷിക വ്യാപാരമേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അധികാരികളുടെയും അനുമതിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട കടയ്ക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് ശ്രീ അമൽ സാറിനെ ആദരവോടും ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ ആർ ഗോപകുമാർ, ഉദ്ഘാടകരായ ശ്രീ അഡ്വക്കേറ്റ് കെ രാജു, ശ്രീമതി ആർ ലതാദേവി, സ്വാഗതാശംസിച്ച ശ്രീ എസ് ബിജു, ഇന്നത്തെ പൊങ്കാല ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി മല്ലിക ശ്രീമാരൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു ബഹുമാനപ്പെട്ട ആദ്യ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഒരുപാട് നീട്ടുന്നില്ല. ഇതിനകത്ത് നോട്ടീസ് അടിച്ചെന്ന് വന്നപ്പോൾ രക്ഷകാണോ എന്നറിയില്ല. മുഖ്യ പ്രഭാഷണം എന്നുള്ളതാണ് എനിക്ക് വെച്ചിരുന്നത്. പക്ഷെ ഞാൻ എന്താണ് ഈ മുഖ്യ പ്രഭാഷണം പറയാമെന്നുള്ള കടയ്ക്കൽ അമ്മയുടെ മണ്ണിൽ വന്നിട്ട് കടയ്ക്കൽ ജനതയോട് ഞാൻ കടയ്ക്കൽ അമ്മയെ പറ്റി എന്ത് പറയുകയെന്നുള്ളതാണ് എനിക്ക് ആദ്യം ഉണ്ടായ സംശയം എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവർക്കും ഇവിടെ ബഹുമാനിയായ ശ്രീ നദി ആ വേദാരി കവിതകൾ പറഞ്ഞതുപോലെ കടയ്ക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കിഴക്കൻ മേഖലയിൽ, ഇപ്പോൾ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഒരുപാട് ചരിത്ര പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ്. 1941 കടയ്ക്കൽ ലഹള വന്ന സമയം മുതൽ നമ്മുടെ പ്രാചീന കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും അന്നും കടയ്ക്കൽ അമ്മയുടെ അടുത്ത് വന്ന് തൊഴുത് അവരുടെ വിഷമങ്ങൾ പറയുക എന്നൊരു കാര്യങ്ങൾ പ്രാചീനപരമായി എഴുതി കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനെൻ്റെ 3ാമത്തെ ടൈമാണ് ഞാൻ ഈ ജുഡീഷ്യറിയിൽ കയറിയിട്ട്. ആദ്യം ശ്രീപത്മനാഭന്റെ മണ്ണിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ ജോലി ആരംഭിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടൂരിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഇവിടെ വന്ന് 2ാമത്തെ വർഷമാണ്. അടുത്ത വർഷം ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഈ നാട്ടിലെ 3ാമത്തെ ഫംഗ്ഷൻ ആദ്യം ഞാൻ ബഹുമാന്യനായ നമ്മുടെ നാട്ടുകാരനായ
റിട്ടയർഡ് ജസ്റ്റിസ് അജിത് സാറുമായിട്ട് നമ്മുടെ കിളിനിരത്തുകാവ് അമ്പലത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റൊന്ന് മൂന്നാമത്തേത്. അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഉപദേശ സമിതിക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് പോലെ നേരത്തെ രാജ് സാർ അത് തമാശ രൂപേണ ലതാദേവി മാഡത്തിനോട് പറഞ്ഞു, നിങ്ങൾ നാട്ടുകാരാണ്, ഒരുപാട് പറയാനുണ്ടെന്നുള്ളത്. ഞാനെന്ന് പറയുന്നത് അതിഥിയായിട്ട് വന്ന ഒരാളാണ്, 3 വർഷത്തേക്ക് ജോലിക്കായി വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആദരണീയായ ലതാദേവി അവർ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് മാത്രമല്ല, ഒരു ദേവാലയം, അതിപ്പം ക്രൈസ്തവമായാലും മുസ്ലിം മോസ്ക് ആയാലും ആ ഒരു ക്ഷേത്രാലയങ്ങൾക്ക് ഒരു സാമൂഹികമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു നാട്ടിലുണ്ടാകുന്ന സാമുദായിക കൂട്ടായ്മ അല്ലെങ്കിൽ മതേതര കൂട്ടായ്മയാണെങ്കിലും രാഷ്ട്രീയ കൂട്ടായ്മയാണെങ്കിലും ഈ ആരാധനാലയങ്ങൾക്ക് വളരെ പ്രാമുഖ്യമുള്ളതാണ്. ഞാനിത് കേട്ട് വന്നതിൽ കടയ്ക്കലമ്മയെ പറ്റി പറഞ്ഞാൽ പോലും എല്ലാ മത സാമുദായിക രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വന്ന് പങ്കെടുക്കുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം ഈ ഇവിടെ ഒരുപാട് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും പൊങ്കാലയ്ക്കായി തയ്യാറെടുക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ പ്രസംഗം നീണ്ടു പോകുന്നത് കൊണ്ട് ആദ്യം ഇവിടെ നിന്നും പിന്നെ തലയിലാണെങ്കിൽ പുറത്തൊക്കെ എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരിൽ തന്നെ പല പല ആൾക്കാരുണ്ടായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഈ കടയ്ക്കലമ്മയുടെ മുറ്റത്ത് എല്ലാവരും വന്ന് വരുന്നുണ്ട്. കടയ്ക്കലമ്മയുടെ പ്രസാദം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും വന്നിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട മല്ലികാമ്മ, ഇത് ഞാനത് തമാശയ്ക്ക് പറയുന്നതല്ല. മല്ലികമ്മയുടെ ഇളയമൻ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പലരും സ്റ്റാറ്റസ് ആക്കിയ ഒരു കാര്യമാണ്. ഞാനത് മല്ലികാമ്മയോടൊപ്പം പറയണമെന്ന് ചോദിച്ചു. അപ്പം പൃഥ്വിരാജ് ഇങ്ങനെ പറയും, മല്ലിക സുകുമാരൻ ആരാണ് എന്നുള്ളത് സുകുമാരൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഇന്ദ്രനും ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാൻ കാരണമായതിന് കാരണക്കാരി ആരാണ്, അതാണ് മല്ലിക സുകുമാരൻ. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് വരുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്റെ അമ്മ ഇതേപോലെ അമ്മ ശാരീരികമായിട്ട് ഇതേ കണക്ക് ചികിത്സപ്പോഴും ഉള്ളൊരു അമ്മയാണ്. അപ്പം എന്റെ അമ്മ എന്റെ ഒരു പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ആ ഒരു സിമിലർ റിലേറ്റ് വരുന്നു. അപ്പൊ ആ അമ്മയ്ക്ക് അമ്മയെന്ന് വന്നിട്ടില്ല. അപ്പൊ ആ അമ്മയുടെ മുന്നിൽ എനിക്കിത് പറയാൻ ഇതുണ്ട്. കാരണം ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ ഒരു കാരണമായത് എന്റെ അമ്മയാണ്. അതുകൊണ്ട് മല്ലികാമ്മയുടെ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസവും അതുപോലെ തന്നെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെന്നുള്ളതാണ് പ്രതീക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പൊങ്കാല ഉദ്ഘാടനമാണ്. പൊങ്കാല ഉദ്ഘാടനത്തിന് വേണ്ടി സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി മല്ലിക സുകുമാരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിച്ചതിന് ശേഷം അവിടെ സജ്ജീകരിച്ചിട്ടുള്ള മട്ടാരത്തിൽ ഈ പകർന്നതിന് ശേഷം പൊതുസമ്മേളനം തുടരുന്നതാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ മോഹൻകുമാർ സാർ, ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയമുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ പൊങ്കാല ഇരുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഈ നിപ്പ് എന്തുമാത്രം ദേവി എല്ലാം പെട്ടെന്ന് വരുന്ന പൊങ്കാല ഉറങ്ങണ പ്രാർത്ഥന മാത്രമാണ് ഈ അമ്മമാരുടെ ഒക്കെ മനസ്സിലായത്. എനിക്കറിയാം, കാരണം ആറ്റുകാലിലും ഒക്കെ പോകുമ്പോൾ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ പേരുകളെല്ലാം കൂടെ വായിക്കാൻ എനിക്ക് ആരാണ് സത്യം പറയാൻ വ്യക്തിപരമായിട്ട് അറിയില്ല. എനിക്ക് രാജസാറിനെ അറിയാം, പഴയ MLA ആയിരുന്നു, നിലപാടത്തിൽ അറിയാം. കാരണം ചരിത്രം പറയുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പെരുമാറിയിട്ടുള്ളത് വടക്കേ ഭാഗത്ത്. നിലവിൽ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ശബന്ധകം എന്ന് പറഞ്ഞിട്ട്. വളരെ കാലം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വരും, പണി ചെയ്യിപ്പിക്കും, എല്ലാ ദിവസവും വരും നോക്കും. അങ്ങനെ കുറേ കാലം അദ്ദേഹത്തിന് ഞങ്ങളങ്ങനെ വിട്ട് പോയതിനു ശേഷം കുറേ കാലം ഇവിടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വളർന്ന് സൈനിക സ്കൂളിലോട്ട് ഇദ്ദേഹത്തെ കുറിച്ചുകാരൊക്കെ കയറിയപ്പോൾ ഇതെനിക്കൊരു വലിയ ഭാരമായി തുടങ്ങി. പണത്തായിട്ട് കിടക്കുന്നത്. അപ്പൊ എനിക്കും തോന്നി എന്തും ഇടയ്ക്കിടയ്ക്ക് നിലവേലി വരിക, പോവുക, ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് പോവുക, ഒറ്റയ്ക്കുള്ള ഓട്ടമാണ്. അതിനുള്ള മാനസികമായിട്ടുള്ളൊരു ബലവും ധൈര്യവും സാമർഥ്യവും തന്നത് മൺമറഞ്ഞു പോയ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. എന്നാലും അവിടെ നിന്നൊക്കെ ഇത്രത്തോളം വന്നു. ഇന്നിപ്പോ
വാസ്തവം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ചടങ്ങിൽ എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദേവി എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ വലിയൊരു ഭക്തയാണ്, എനിക്ക് ഈശ്വരഭക്തി വളരെ കൂടുതലാണ്. പോകാത്ത അമ്പലങ്ങളിൽ ഞാൻ കാണാത്ത ദൈവങ്ങളുമില്ല. പക്ഷെ ഇത് അമ്പലമുറ്റത്തിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മാനസികമായിട്ട് ഞങ്ങളെ വയസ്സായമ്മമാർക്കൊരു വിഷമമുണ്ട്. ഇവിടെയാണെങ്കിൽ വടക്കേലെ ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശത്രുസംഹാരിയാണ് ദേവി. നമുക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ എന്ന് പറയാം, എല്ലാ ദുഃഖ നിവാരണവും നടത്തി ശത്രുസംഹാരവും നടത്തി ദൃഷ്ടിദോഷം വരെ മാറ്റാൻ അമ്മയുടെ കയ്യിൽ പ്രാർത്ഥിച്ച അവിടെ ഇതൊക്കെ പണ്ടും കേൾക്കും, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൊച്ചിയിലാണ് താമസം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിലമേൽ നാളെ മുതലാണ് ഒരു ഷൂട്ടിംഗ് വെച്ചിരിക്കുന്നത്, ഏഷ്യാനെറ്റിലെ ഒരു പുതിയ സീരിയല്. അപ്പോൾ സൗഭാഗ്യപുരം അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഒരു ദിവസം മുമ്പേ വന്നാൽ ഇതിനും കൂടെ വരാമല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ കൊച്ചിയിൽ വന്ന് ഇതിന് വരാൻ വേണ്ടി തന്നെ വന്നതാണ്. കാരണം അങ്ങനെയെങ്കിലും കടക്കയിലേക്ക് നല്ല ദിവസം തിരുവാതിര ദിവസമായിട്ട് കടക്കൽ തിരുവാതിര വളരെ പ്രസിദ്ധമാണ്. ഞാനൊരു പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രാജസ്ഥാനിലേക്ക് തന്നറിയാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലപാടത്തിന് അറിയാം, പിന്നെ ഈ പറഞ്ഞ ക്ലാസ് പ്രസിഡന്റ് കടക്കൽ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളതാണ്. അമ്മമാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദേവി അറിഞ്ഞു തരുന്നതാണ്. അമ്മയ്ക്ക് ഒരു മകനെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഉണ്ടാക്കി പോയാൽ എൻ്റെ മനസ്സിലാദ്യം യോ എൻ്റെ മോനെ ഹൈദരാബാദില്ല അവിടെ ഇവിടെ നമ്മുടെ കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസമാണ് നമുക്ക് ദേവിയോടെന്ന് പറഞ്ഞാൽ നോക്കിക്കോളും ദേവി ഞാനെടുത്തില്ലെങ്കിൽ എന്നുള്ളൊരു വിശ്വാസം തന്നെ. അതൊക്കെ അവരൊരു ജന്മനാ കിട്ടുന്നൊരു വിശ്വാസങ്ങളാണ്. അതൊന്നും ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും വേണ്ട. പറയാം എന്തും ആരോപണം പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല. എല്ലാം അകന്ന് വരുന്നത് ദൈവസന്നിധിയിൽ നിന്ന് ഓരോ ജന്മങ്ങൾക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ജന്മനാണ്. ഞാൻ പണ്ടെന്ന് പറഞ്ഞത് ഈ മതം രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ ഒരു കുടുംബത്തിൽ നമ്മൾ ജനിക്കുമ്പോഴേ വരുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളന്ന് ഈ കണക്കിലെ നിലമേലെ കരക്കാനുള്ള ഉദ്ഘാടനം ചെയ്യുമ്പോൾ വ്യക്തിബന്ധങ്ങളുടെ പേരിലാണ് ശ്രീ കെ കരുണാകരൻ എപ്പോഴും KR ഉള്ളിയമ്മ ശിവട്ടൻ്റെ അടുത്ത ബന്ധുവാണ് കണിയാവൻ രാമേന്ദ്രൻ. ഇതിലെല്ലാവരും വന്നു കഴിഞ്ഞതുകൊണ്ട് കരുണാകര സാറിന്റെ തമാശ വെച്ചിട്ടുള്ള സർവകക്ഷി രാഷ്ട്രീയ എന്ന് അദ്ദേഹം ഒരു തമാശ ചോദിച്ചു. അല്ല, അതൊക്കെ കുടുംബ ബന്ധങ്ങളിലൂടെ പ്രചരണം ക്ഷണിക്കുന്നതാണ്. അപ്പൊ അവര് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നടന്നിട്ടുള്ള സ്നേഹബന്ധങ്ങളല്ല. കഴിയുന്നതും ആരും നിർബന്ധിക്കാൻ ഞാൻ പോകാറില്ല. ആര് ഭരിച്ചാലും എല്ലാവരുടെയും നല്ല വാക്കുകൾ ശ്രദ്ധിക്കും. നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തെന്ന് പറയാനുള്ള മനസ്സ് വേണം. അത് ആര് ചെയ്താലും അവിടെ പാർട്ടിയും ജാതിയും അതൊന്നുമല്ല. ഒരു സ്ഥലത്ത് പൈപ്പ് വെള്ളം വരില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാതെ കിടന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അത് പരിഹരിച്ചാലൊക്കെ കൊണ്ടാൻ പറ്റും. നന്നായിരിക്കും അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. കാരണം നമുക്കൊരു പരിഹാരം, ഒരു വിഷമത്തിന് പരിഹാരം കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്. അതൊന്നും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മനുഷ്യ സൃഷ്ടിയാണ്. ഈ തമ്മിലടികളെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇത്രയും ഒരു പുണ്യഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഈ അമ്മമാരുടെയൊക്കെ ഈ വെയിലുള്ളവരെ കാണുമ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഷാനിമാരുണ്ട്, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എപ്പോഴും ഓടിച്ചത് പറയാൻ ആൾക്കാരുണ്ട്. ഞങ്ങളെ പോലെ കമ്മറ്റി വേഷവും സിനിമയുടെ കാര്യം അറിയാമല്ലോ. പെട്ടെന്ന് സ്നേഹബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാൻ വലിയ പാടാണ് സിനിമയിലെ. പിന്നെ ഒരു സൈഡിലൂടെ ഒഴുകിയൊക്കെ പോവുക. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ മക്കളുടെ ജീവിതത്തിന് ഈശ്വരന്റെ കടാക്ഷമാണ് മനുഷ്യന്റെ സഹായത്തേക്കാൾ എപ്പോഴും മുന്നിൽ നിന്നുമാണ്. എന്നും കാലത്ത് വൈകിട്ട് താമം ജയിച്ച് എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കും. വർഷങ്ങളായിട്ട് എൻ്റെ ഇവിടെ നിൽക്കുന്നവരാണ്. അവർക്കറിയാം സന്ധ്യയായാലും വിളക്ക് കത്തിക്കണം എന്നുള്ള കാര്യം അറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചപ്പോൾ മുതൽ, ഞാൻ ജനിച്ചത് ഹരിപ്പാടാണ്, മണ്ണാർശാൻ ക്ഷേത്രത്തിലേക്ക് അടുത്താണ്. അപ്പം ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തറവാട്ടിലാണ് വേലായുധ സ്വാമി ക്ഷേത്രം, മണ്ണാർശാല, വേലജാൻ ഭഗവതി, തൃപ്പക്കുളം മഹാശിവി, ഒരുപാട് അപായങ്ങളുടെ തരക്കാരിൽ ഞങ്ങളുടെ തവണ. അവിടെ എല്ലാം മാത്രം ഇത്രത്തോളം വന്നു. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. അമ്മയെ നോക്കാനും അവർക്ക് എൻ്റെ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞാൽ മക്കളാണ്. എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഓടി വരും.
അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുമ്പോൾ ഭഗവാനുണ്ട്, ഇനി ഒരുപാടൊന്നും എനിക്ക് വേണ്ട. കാരണം അതൊക്കെ തന്നു ഒരു വലിയ ദുഃഖം തന്നെങ്കിലും ഒരടി തന്നു കഴിഞ്ഞാൽ ഒന്ന് തലോടും. അത് ഈശ്വരൻ്റെ ഒരു വികൃതിയാണ്. ഒരു തലോടനുണ്ടാകും. അപ്പോൾ ആ തലോടനിലൂടെ എൻ്റെ മക്കളും വളർന്നു. ദേവി അമ്മയെ ഭഗവതി എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇന്നിവിടെ ഈ പൊങ്കാല ഉത്സവത്തിൽ വന്ന് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദേവിയായിട്ട് എനിക്ക് തന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിൽ നല്ലത് എന്നെക്കുറിച്ചോ എൻ്റെ മക്കളെക്കുറിച്ചോ നന്മ ചിന്തിക്കുന്ന മനസ്സിലൂടെ എനിക്ക് ദേവി വഴി കൊണ്ടു തന്ന ഒരു സമ്മാനം. അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയുന്നു, വളരെ സന്തോഷമായി എല്ലാ അർത്ഥത്തിലും കടയ്ക്കാനമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ പൊങ്കാല ഇവിടെ നടക്കട്ടെ. അതിൻ്റെ ഐശ്വര്യം നാടിന് മാത്രമല്ല, വീടിനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ, ഈ ഒരു നല്ല ദിവസം വടക്കേ തിരുവാതിരയോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവം ബഹുമാനിക്കുന്ന എല്ലാ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അവരുടെ അനുഗ്രഹാശിസുകളോടെ അവരുടെ അനുവാദത്തോടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അമ്മമാരുടെ ഒക്കെ സ്നേഹം മാറിപ്പോയി തരണം ഇനിയും എനിക്കും എൻ്റെ മക്കൾക്കും എന്നുള്ള അപേക്ഷയോടെ ഞാൻ ഔപചാരികമായിട്ട് ഈ പൊങ്കാല ഉത്സവം കാണാൻ ചെയ്യുന്നു. അമ്മേ ശ്രീ ഭവായേ പൊങ്കാലയിലേക്ക് തീ പടർന്ന ശേഷം ഇപ്പോൾ സമ്മേളനം തുടരുന്നതാണ്. Hey,
കാണാം. ഫ്രണ്ടില് പിടിച്ചിറങ്ങിയത് ഈ ചെരുപ്പത്തോടെ അടുക്കിന്റെ അവിടെ പോയാൽ കാണാം. അടുപ്പ് കത്തിക്കാൻ പോയേക്കണം, പെട്ടെന്ന് പോയാൽ കാണാം. പൊതുസമ്മേളന നടപടികൾ തുടരുകയാണ്. എത്തിച്ചേർന്നുവെന്ന്
എന്നെ വിളിച്ചതുമില്ല. കടയ്ക്കൽ അമ്മയുടെ തിരുനാളായ തിരുവാതിര ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഭക്തിനിർഭരമായ പൊങ്കാലയാണ് ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത്. ആ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇന്ന് ഉത്സവം തുടങ്ങി 6ാം ദിവസമാണ്. ഇന്നലെ വരെ നമ്മുടെ ഈ നാട്ടിലുള്ള കുട്ടികളുടെ പാട്ടും നൃത്തവും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇന്ന് മുതൽ പ്രൊഫഷണൽ പ്രോഗ്രാമുകളോടുകൂടി ഇനി 10 രാവുകൾ മാർച്ച് 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കടയ്ക്കലിൽ ആഘോഷത്തിന്റെ രാവുകളാണ്. കടയ്ക്കൽ ദേവിയുടെ തിരുമുൻപിൽ 10,000-കണക്കിന് മംഗമാർ ഭക്തിനിർഭരമായ പൊങ്കാലയുടെ ഇടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ സാക്ഷി ടിവിയിൽ എത്തിക്കുന്നത്, സാക്ഷി ടിവിയിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇന്ന് രാവിലെ സൂപ്പർസ്റ്റാർ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീ മല്ലിക സുകുമാരൻ ഭദ്രദീപ കൊളുത്തി ഭണ്ഡാര അടുപ്പിൽ ദീപ കടന്നുകൊണ്ട് പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ദേവിക്ക് സത്യം പറയാൻ ഇവിടെ പൊങ്കാല ഇടുന്നത് മംഗമാരാണ്. എന്നാൽ ദേവിക്ക്
പൗരുഷത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വായിച്ചെന്ന ഒരു ചേട്ടൻ പൊങ്കാല ഇടുന്നുണ്ട്. ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ലക്ഷ്മി ക്ഷേത്രോപദേശക ആ ചേട്ടനോട് വിളിക്കാം. തിരുവാതിരെ കുറിച്ച് നമസ്കാരം. ഇതാണ് സാധാരണ നമ്മുടെ ഈ ക്ഷേത്രത്തില് സ്ത്രീഭക്തരാണ് പൊങ്കാലയിടുന്നത്. ഇപ്പോ ചേട്ടൻ ഇങ്ങനെ ദേവിക്ക് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ പൊങ്കാലയിടാനുണ്ടായ ആ ഒരു എന്താണ് അതിന്റെ? ഒന്നാമത് ദേവിയോടുള്ള ഭക്തി, രണ്ടാമത് ഈ സ്ത്രീ പുരുഷ ഭേദം ഇതിൽ ആവശ്യമില്ല. പുരുഷന്മാർക്ക് സ്ത്രീകളെ പോലെ തന്നെ ഭക്തി കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ പുരുഷന്മാരെയും പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാനിന്ന് ഇവിടെ പൊങ്കാല അർപ്പിക്കുകയാണ്. ദേവിക്ക് പ്രണാമം. ചേട്ടന് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾ ആശംസിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഇതാണ് അദ്ദേഹം സാക്ഷിയോട് പറഞ്ഞതാണ് ഈ ഭക്തിയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് ലോകത്തെ എല്ലാ പുരുഷന്മാർക്കും വേണ്ടി അദ്ദേഹം പൊങ്കാല അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. 10,000-കണക്കിന് ഭക്തരാണ് ഇന്നിപ്പോ ദേവീക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചു. നല്ല ചൂടുണ്ട്, ക്ഷേത്രത്തിൽ നല്ല ചൂടുണ്ട്. പെരിയും സംസ്കരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് മുമ്പേ സംസാരിച്ചവർ എല്ലാം തന്നെ നമ്മൾ കടക്കൽ തിരുവാതിരയുടെ മഹാത്മ്യത്തെ കുറിച്ചും എല്ലാം തന്നെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു കടക്കൽക്കാരി എന്ന നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. അതായത് നമ്മുടെ കടക്കൽ തിരുവാതിരയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും എല്ലാം നമ്മുടെ കടക്കൽക്കാരുടെ എപ്പോഴും ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഇപ്പോഴും പൊതുസമ്മേളനം അവസാനിച്ചിട്ടില്ല. ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ ചൂടിന്റെ കാലാവസ്ഥയുടെ വ്യതിയാനം ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ അതുപോലെ സമയം അതിക്രമിച്ചു 8:10 പൊങ്കാല പറഞ്ഞിരുന്നത്. എന്നാൽ ആ സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിന്നെ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തി കാണിച്ചു. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ പരിപാടി നല്ല ഗംഭീരമായി ഒത്തൊരുമയോടുകൂടി, അതുപോലെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒത്തൊരുമയോടുകൂടി 15 ദിവസവും നല്ല രീതിയിൽ നടത്തുവാൻ ഇവിടെ കഴിയുന്നത് നമ്മുടെ പുറത്ത് കരക്കാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെയും ഒത്തൊരുമയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമ്മളോടൊപ്പം മുൻകാലത്തെ ഉപദേശ സമിതി പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തിരുവാതിരയെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായി സ്മരിക്കും. നമസ്കാരം. കടക്കൽ തിരുവാതിരയെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി നമ്മളെ ഓണത്തെക്കാളേറെ പ്രാധാന്യം പ്രദേശത്തുള്ള എല്ലാവരും കാണുന്നത് കടക്കൽ തിരുവാതിരയാണ്. അത് ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ കണ്ടില്ലേ, എല്ലാവരും ഒത്തുചേർന്ന ഒരു ഉത്സവമാണ് കടക്കൽ തിരുവാതിര. ഈ വർഷം വളരെ മനോഹരമായ രീതിയിലാണ് ഉത്സവ കമ്മിറ്റിയും ഉപദേശ സമിതിയോടെ ഒക്കെ ചേർന്ന് വളരെ മനോഹരമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒത്തുചേർന്നുകൊണ്ട് തന്നെ വളരെ വിപുലമായി എല്ലാവർക്കും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പൊങ്കാലയാണ്. വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടിപ്പിക്കാറുള്ളത് അതിൽ നമ്മുടെ ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നമ്മുടെ ഈ ഭരണസമിതി അംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കലക്കാരുടെയും അതുപോലെ നമ്മുടെ തിരുവാതിര നമ്മുടെ ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ്.
ഏറ്റവും മികച്ച രീതിയിൽ വളരെ തിരുവാതിര മഹോത്സവം മനോഹരമായ രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന രീതിയിൽ തന്നെ ഈ വർഷം ക്ഷേത്ര ഉപദേശസമിതി ഉത്സവ കമ്മിറ്റിയൊക്കെ ആഘോഷവും സ്റ്റേജ് പരിപാടികളും വ്യാപാര കാർഷിക മേളകളും ഉത്സവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കടക്കലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. 15 ദിവസവും വളരെ മികവുറ്റ ഉത്സവമാക്കി മാറ്റുന്നതിന് മുഴുവൻ ജനങ്ങളെയും ഒട്ടേറെ പ്രവാസികളൊക്കെ ഈ ദിവസവും എത്തിച്ചേരുന്നു. മറ്റു ഉത്സവത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം വിദേശത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെല്ലാം തിരുവാതിരയാണ് നോക്കിക്കാണുന്നത്. അവർക്ക് നാട്ടിൽ വരാൻ കഴിയാത്തവരെല്ലാവരെയും തിരുവാതിര ആശംസകൾ നേരുന്നു. സന്തോഷത്തോടുകൂടി മാർച്ച് 7 വരെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ ഒട്ടനവധി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കടയ്ക്കലിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് മുൻ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ വികാസ് ആണ് തിരുവാതിരയെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ 10,000-കണക്കിന് അംഗമാർ ഈ ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പൊങ്കാല അർപ്പിക്കുന്നത് 10,000-കണക്കിന് അമ്മമാരാണ്, സഹോദരിമാരുമാണ്. വളരെ ഭക്തി നിർഭരമായ പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും തിരുവാതിര ആഘോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദിയിലേക്ക് നമ്മളിപ്പോ പോകാൻ കഴിയില്ല. കാരണം പൊങ്കാല എന്ന് പറയുന്നത് വളരെയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് പൊങ്കാലയിൽ തന്നെ അല്പസമയം കൂടി തുടരുകയാണ്. ശേഷം വേദിയിൽ നിന്നുള്ള പരിപാടികൾ നമ്മൾ സംരക്ഷണം ചെയ്യാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ പൊങ്കാലയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ കാർഷിക മേളയും അതുപോലെ തന്നെ അനുബന്ധ പരിപാടികളും ഉദ്ഘാടന ചടങ്ങുകളും നടക്കാനുണ്ട്. അതിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊങ്കാലയുടെ പ്രസംഗമാണ് പ്രദർശിപ്പിക്കുന്നത്. കടയ്ക്കൽ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത കടയ്ക്കൽ അമ്മയ്ക്ക് പൗരക്ഷത്തിന്റെ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടൻ അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ദേവിയുടെ സന്നിധി ഈ പൊങ്കാല ഇടുന്നത് എന്നാണ് നമ്മളോട് പറയാൻ കഴിയുന്നത്. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ പരിസരം കടയ്ക്കൽ നമ്മുടെ ജില്ലയിൽ നിന്നും പരിസര ജില്ലാ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള നമ്മുടെ തൊട്ടടുത്ത അത് കുളത്തുപുഴയിൽ കഴിഞ്ഞു പോകുന്ന തമിഴ്നാട് ഭാഗത്തുനിന്ന് വരെ ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചുകൂടുന്നത്. നാളെ രാവിലെ കഴിച്ചുകൂടുന്ന ദിവസമാണ് നാളെ നമ്മുടെ തിരുവാതിര. എന്തുകൊണ്ടും നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഈ 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി നമുക്ക് വളരെ സമാധാനപരമായി ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങൾ പോലെ നമുക്ക് ഈ തിരുവാതിര മഹോത്സവം ആഘോഷിക്കാം. ഈ പരിപാടി പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനുള്ള പ്രത്യേക നന്ദി നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതി കമ്മിറ്റിയുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പൊങ്കാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സർവവിഷ്ടപ്രദായിനിയും സർവമംഗള കാരുണ്യപതിയുമായ കടയ്ക്കൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത്. 10,000-ങ്ങളാണ് ഇന്ന് പൊങ്കാല അർപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ പുരുഷന്മാരുടെ സൗഭാഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി വലിയൊരു ചേട്ടൻ കൂടി ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇതിലൊന്നും വേർതിരിവുണ്ടാവുക, സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ദേവിയോടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭക്തി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെയധികം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഒരു അല്പസമയം നമുക്ക് വേദി കൂടി ഒന്ന് നമുക്ക് കാണിക്കാൻ ശ്രമിക്കാം. വേദിയിൽ ഇപ്പോഴും ഉദ്ഘാടന ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഈ പൊങ്കാല അടുത്തുള്ള എല്ലാ
അതുമായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം വിശിഷ്ടവ്യക്തികൾക്ക് ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുരേഷ് ജില്ലാ പോലീസ് ശ്രീ രാജസ്ഥാന് ഉപഹാരം നൽകും. അതുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാദേവി അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. അതുമായി ജില്ലാ പഞ്ചായത്ത് മധുര സമർപ്പണ ഉപഹാരം ബ്ലോക്ക് മെമ്പർ ശ്രീമതി മാധുരി അവർക്ക് നൽകുന്നു. അടുത്തതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉപകാര സമർപ്പണം നൽകുന്നു. അടുത്തതായി കടക്കൽ സബ് ഓഫീസർ ശ്രീ തുളസീധരൻ സാറിന് ഉപഹാരം നൽകുന്നു. അടുത്തതായി ശ്രീ വാർഡ് മെമ്പർ ശ്രീമതി ശ്യാമള സോമരാജന് ഉപഹാരം നൽകുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സജീവകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സമയ ഇതുകൊണ്ട് എല്ലാവരും കൂടെ ചേർത്തുകൊണ്ട് ഒറ്റ കൃതജ്ഞത പറയുകയാണ്. എല്ലാവർക്കും കണക്കിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ വൈകിട്ടാണ്.